ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇതിൽ ശ്രീമൻ നാരായണീയത്തിലെ ദശകം 18 പൃഥുചരിത്രം. ഇതിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ കൊണ്ട് പൃഥുവിന് മുമ്പുണ്ടായ വേനന്റെ കഥയെ പറയുന്നു. ശ്ലോകം 1. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേർ അംഗസ്യ വ്യജനിസുതഃ സവേന നാമാം യദ്ദോഷവ്യഥിതമതിഃ സ രാജവർയ ത്വത്പാദേ നിഹിതമനാവനം ഗതോഭൂത്. പദം പിരിക്കാം. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനി സുതഃ സഹ വേന നാമ യദ്ദോഷ വ്യഥിതമതിഃ സഹ രാജവർയഃ ത്വത്പാദേ നിഹിതമനാ വനം ഗതഃ അഭൂത്. ധ്രുവകുലെ ഏവ ജാതസ്യ തുംഗകീർത്തേഃ അംഗസ്യ വേനനാമാ സഹ സുതഃ വ്യജനി. ധ്രുവകുലെ ഏവ ജാതസ്യ, ധ്രുവന്റെ തന്നെ കുലത്തിൽ പിറന്ന തുംഗകീർത്തേ അംഗസ്യ, വളരെ പ്രസിദ്ധനായ അംഗരാജാവിന് വേനനാമ സഹ സുതഃ വ്യജനി, വേനൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മകൻ ഉണ്ടായി. യദ്ദോഷ വ്യഥിത മതിഃ സഹ രാജവർയ ത്വത്പാദേ നിഹിതമനാഃ. യദ്ദോഷ വ്യഥിത മതിഃ, ഏതൊരു മകൻ്റെ ദോഷത്താൽ മനം നൊന്ത് രാജവർയ ത്വത്പാദേ നിഹിതമനാഃ, ആ രാജശ്രേഷ്ഠൻ നിന്തിരുവടിയുടെ പാദങ്ങളിൽ മനസ്സർപ്പിച്ച്, അതായത് രാജ്യത്തെ കൈവിട്ട് തപസ്സിനായി വനം ഗതഃ അഭൂത്, കാട്ടിലേക്ക് പോയി. ധ്രുവന്റെ വംശത്തിൽ തന്നെ ജനിച്ച പ്രസിദ്ധപ്പെട്ട അങ്കൻ എന്ന രാജാവിന് സുനീത എന്ന ഭാര്യയിൽ വേനൻ എന്ന ഒരു പുത്രൻ ജനിച്ചു. അവൻ്റെ അധർമ്മകർമ്മങ്ങളാൽ ഉണ്ടായ മനോവ്യഥയോടുകൂടി ആ രാജശ്രേഷ്ഠൻ നിന്തിരുവടിയുടെ തൃക്കാലുകളിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് വനത്തിൽ പോയി തപസ് ചെയ്തു. ഭക്തോത്തമനായ ധ്രുവന്റെ വംശത്തിൽ ദുഷ്ടനും നാസ്തികനുമായ വേനൻ എന്നു പേരായ ഒരു മകൻ വന്നു പിറന്നു. ധ്രുവന്റെ സന്താന പരമ്പര ഒട്ടേറെ കാലം രാജ്യം നന്നായി നടത്തിപ്പോന്നു. ഒടുവിൽ അങ്കൻ എന്ന രാജാവ് വന്നു. ജനസമ്മതനും ധർമ്മിഷ്ഠനുമായിരുന്നു അദ്ദേഹം. ആ രാജാവിന് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത അധർമ്മപ്രവൃത്തിയുടെ ഫലമായി പുത്രന്മാരുണ്ടായില്ല, മക്കളുണ്ടായില്ല. പുത്രകാമേഷ്ടി യാഗം ചെയ്താൽ ആ പാപകർമ്മം തീരും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് യാഗം ചെയ്തു. അതിൽ നിന്നും കിട്ടിയ പായസം ഭാര്യയായ സുനീതയ്ക്ക് കൊടുത്തു. അവർ അത് കഴിച്ച് യഥാകാലം സുമുഖനായ ഒരു പുത്രന് ജന്മം കൊടുത്തു. അവൻ്റെ പേരാണ് വേനൻ. 5 വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാരുടെ പിടിയിൽ ഒതുങ്ങാത്തവനായി തീർന്നു. മറ്റുള്ളവരെ ക്രൂരമായി ദ്രോഹിച്ച് അതിൽ സന്തോഷത്തെ കണ്ടെത്തുന്നവനായി തീർന്നു. വളരെയധികം കൊള്ളരുതാത്തവനായി തീർന്നു. അതിനാൽ അച്ഛൻ അംഗരാജാവ് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് രാജ്യത്തെ കൈവിട്ട് തപസ്സിനായി കാട്ടിലേക്ക് പോയി. ദുഃഖനിവാരണത്തിന് മനസ്സ് മുഴുവനും ഭഗവാനിൽ അർപ്പിക്കുകയാണ് നിവാരണ മാർഗമെന്ന് ഉപദേശിക്കുന്നു. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേർ അംഗസ്യ വ്യജനിസുതഃ സവേന നാമാം യദ്ദോഷവ്യഥിതമതിഃ സ രാജവർയ ത്വത്പാദേ നിഹിതമനാവനം ഗതോഭൂത്. ശ്ലോകം 2. പാപോഭിക്ഷിതിതലപാലനായ വേന പൗരാദ്യേർ ഉപനിഹിത കഠോരവീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗത്സീത്. പദം പിരിക്കാം. പാപഃ അഭിക്ഷിതി തല
പാലനായ വേനഃ പൗരാദ്യൈഃ ഉപനിഹിതഃ കഠോരവീര്യഃ സർവേഭ്യഃ നിജബലം ഏവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാനി അയം നരൗസീത്. പാപഃ അഭി കഠോരവീര്യഃ ക്ഷിതിതലപാലനായ. പാപഃ അഭി കഠോരവീര്യഃ, ദുഷ്ടനാണെങ്കിലും കടുത്ത ശക്തനായിരുന്നതിനാൽ, ക്ഷിതിതലപാലനായ പൗരാദ്യൈഃ ഉപനിഹിതഃ, പൗരന്മാർ തുടങ്ങിയവർ അവനെ രാജാവായി വാഴിച്ചു. അയം വേനഃ സർവേഭ്യഃ നിജബലം ഏവ സംപ്രശംസൻ, ആ വേനൻ എല്ലാവരോടും തൻ്റെ കയ്യൂക്കിനെ പറ്റി പ്രകീർത്തിച്ചുകൊണ്ട് ഭൂചക്രേ തവ യജനാനി നരൗസീത്, ഭൂചക്രേ ഭൂമിയിലെങ്ങും നിൻ തിരുവടിക്ക് പ്രിയങ്കരങ്ങളായ യാഗകർമ്മങ്ങളെയെല്ലാം മുടക്കിക്കളഞ്ഞു. പാപകർമ്മം ചെയ്യുന്നവനാണെങ്കിലും മഹാവീര്യശാലിയായ ആ വേനനെ പൗരന്മാർ മുതലായവർ രാജാവാക്കി വാഴിച്ചു. ഇവൻ ത്രൈലോകത്തിൽ താൻ തന്നെ ബലവാൻ എന്ന് ഭാവിച്ചുകൊണ്ട് ഭൂമണ്ഡലത്തിൽ എല്ലായിടത്തും നിന്തിരുവടിയുടെ ഭജനത്തെ വിലക്കി. വേനൻ്റെ ദുഷ്ടപ്രവൃത്തികൾ സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇത് വിധിവൈപരീതം എന്ന് അംഗരാജാവ് ദുഃഖിച്ചു. ദുഃഖനിവാരണത്തിന് മനസ്സ് മുഴുവനും ഭഗവാനിൽ അർപ്പിക്കുകയാണ് നിവാരണ മാർഗമെന്നു കരുതി മോക്ഷമാർഗത്തെ തേടിപ്പോയി. നാട്ടിൽ അരാജകത്വം പാടില്ല എന്ന് കരുതി കൊള്ളരുതാത്തവനാണെങ്കിലും വംശനാശം വരാതിരിക്കുവാൻ വേനനെ രാജാവാക്കി വാഴിച്ചു. ഉത്തരവാദിത്വ ബോധം വന്നാൽ അവൻ നന്നാവുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ സിംഹാസനത്തിൽ കയറിയതും വേനൻ കൂടുതലും വഷളായി. തൻ്റെ ഇഷ്ടം മാത്രമേ നടക്കുവാൻ പാടുള്ളൂ. തന്നേക്കാൾ വലിയൊരു ഈശ്വരനില്ല. താൻ തന്നെ സർവാധികാരി. എല്ലാവരും തന്നെ പൂജിച്ചാൽ മതി. യജ്ഞങ്ങളും ദേവപൂജകളും ഒന്നും തന്നെ രാജ്യത്ത് നടത്തിക്കൂടാ എന്നിങ്ങനെ നാട്ടിൽ ധർമാനുഷ്ഠാനങ്ങളെയെല്ലാം തടസ്സപ്പെടുത്തി. പാപോഭിക്ഷിതിതലപാലനായ വേന പൗരാദ്യേർ ഉപനിഹിത കഠോരവീര്യാം സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗത്സീത്. ശ്ലോകം 3. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വദ്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായി വേന. പദം പിരിക്കാം. സംപ്രാപ്തേ ഹിതകഥനായ താപസ ഓഘേ മത്തഃ അന്യഃ ഭുവനപതിർ ന കശ്ചന ഇതി ത്വത് നിന്ദാവചനപരഃ മുനീശ്വരൈഃ തൈഃ ശാപ അഗ്നൗ ശലഭ ദശാം അനായി വേനഃ. താപസൗഖേ ഹിതകഥനായ സംപ്രാപ്തേ. മഹർഷിമാർ യോഗം കൂടി ഹിതം പറയുവാനായി ചെന്നപ്പോൾ മത്തഃ അന്യഃ കശ്ചന ഭുവനപതിഃ ന ഇതി, ഞാനല്ലാതെ വേറെ ഒരു ലോകനാഥൻ ഇല്ല എന്ന് ത്വൻ നിന്ദാവചനപരഃ വേനഃ തൈഃ മുനീശ്വരൈഃ, നിന്തിരുവടിയെ നിന്ദിച്ചു പറയുന്ന വേനൻ ആ തപസ്വികളാൽ ശാപാഗ്നൗ ശലഭദശാം അനായി, തങ്ങളുടെ ശാപത്തിയിൽ പാറ്റയായി തീർക്കപ്പെട്ടു. നല്ലത് പറഞ്ഞു കൊടുക്കുവാനായി ഋഷി സംഘം വന്നപ്പോൾ ത്രൈലോക്യപതിയായി ഞാനല്ലാതെ വേറെ ആരുമില്ല എന്ന് ആ വേനൻ നിന്തിരുവടിയെ നിന്ദിച്ചു പറഞ്ഞു. വളരെ പറഞ്ഞതിനാൽ
ആ മഹർഷി ശ്രേഷ്ഠന്മാർ അവനെ ശപിച്ചു കൊന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വീഴുന്ന പാറ്റയെപ്പോലെ നശിച്ചുപോയി. പ്രജകളിങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് മുനിമാർ വേനനെ നല്ല വഴിക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചു. പലരും പല ഉപദേശങ്ങൾ വഴി ശ്രമിച്ചു നോക്കിയെങ്കിലും വേനനെ ധിക്കരിച്ചവരെയെല്ലാം വെറുതെ വിട്ടില്ല. എല്ലാവരെയും പിടിച്ച് തുറങ്കിലാക്കുകയും ചെയ്തു. കുപിതരായ മുനിമാർക്കെല്ലാം ചേർന്നിട്ട് ഒരു ഹൂങ്കാരത്താൽ അയാളെ ഇല്ലാതാക്കി. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വദ്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായിവേന. ശ്ലോകം 4. പൃഥു അവതരിക്കുന്നു. തന്നാശാദ്ഖലജനഭീരുഗൈർമുനീന്ദ്രൈ തന്മാത്രാചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഖേ പരിമഥിതാദധോരുദണ്ഡാദ് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി. പദം പിരിക്കാം. തത് നാശാത് ഖല ജന ഭീരുകൈഃ മുനീന്ദ്രൈഃ തന്മാത്ര ചിര പരിരക്ഷിതേ തത് അംഗേ ത്യക്ത ആഖേ പരിമതി താത് അത ഊരു ദണ്ഡാത് ദോഹോ ദണ്ഡേ പരിമതിതേ ത്വം അവിരാസീഃ. തന്നാശാത് ഖലജനഭീരുകൈഃ മുനീന്ദ്രൈഃ. ബലവാനായ വേനൻ മരിച്ചപ്പോൾ ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മഹർഷിമാർ തന്മാത്ര പരിരക്ഷിതേ തദംഗേ അമ്മയായ സുനീത നശിപ്പിക്കാതെ സൂക്ഷിച്ചു പോന്ന വേനൻ്റെ ശരീരത്തിൽ നിന്നും പരിമഥിതാത് ഊർദണ്ഡാത് തെക്താഖേ ആദ്യം ഊര് കടഞ്ഞ്, അതായത് തുടഭാഗത്തെ കടഞ്ഞ് നിഷാദരൂപമായ കൽമഷം നീക്കിയിട്ട്, അതായത് ശുദ്ധീകരിക്കപ്പെട്ടിട്ട് അത ധോർദണ്ഡേ പരിമഥിതേ ത്വം ആവിരാസീഹി അതിനുശേഷം കടഞ്ഞതായ ഭുജത്തിൽ നിന്നും നിൻതിരുവടി ആവിർഭവിച്ചു. വേനൻ നശിച്ചപ്പോൾ അനാഥമായ രാജ്യത്തെ ശത്രുക്കൾ ആക്രമിക്കുമെന്ന് ഭയപ്പെട്ട ആ മുനിശ്രേഷ്ഠന്മാർ മാതാവ് സൂക്ഷിച്ചിരുന്ന വേനൻ്റെ ശരീരത്തിലെ തുടയുടെ ഭാഗം കടഞ്ഞ് പാപം നീക്കിയതിനു ശേഷം, അതായത് പരിശുദ്ധമാക്കിയതിനു ശേഷം കൈത്തണ്ടയെ കടഞ്ഞപ്പോൾ നിൻതിരുവടി അതിൽ നിന്നും അവതരിച്ചു. വേനൻ്റെ ശരീരത്തിലെ തുട കടഞ്ഞപ്പോൾ അയാളുടെ പാപം കറുത്ത് കുറുകിയ ശരീരത്തോടു കൂടിയ ഒരു പുരുഷൻ്റെ ആകൃതിയിൽ ജനിച്ചു. മഹർഷിമാർ അവനോട് ഇവിടെ ഇരിക്കുക എന്നർത്ഥത്തിൽ നിഷീത എന്ന് പറഞ്ഞുവെന്നും അതിനാൽ അവനും അവൻ്റെ സന്താനങ്ങൾ നിഷാദന്മാർ എന്ന് പേരുണ്ടായി എന്നും അറിയപ്പെടുന്നുണ്ട്. രാജ്യത്തിലെ കുഴപ്പങ്ങൾ പിന്നെയും അവശേഷിച്ചു. മുനിമാർ ചേർന്ന് വേനൻ്റെ വലത്തെ കൈവണ്ണ കടഞ്ഞപ്പോൾ ദേവന്മാരുടെ പുഷ്പവൃഷ്ടിയോടൊപ്പം അതിദിവ്യനായ ഒരു ബാലൻ സംജാതനായി. ഇടത് കൈയിൽ നിന്നും മനോഹരിയായ ഒരു പെൺകുട്ടിയും ഉണ്ടായി. ഈ ബാലമിഥുനങ്ങൾ വിഷ്ണുവിൻ്റെയും ലക്ഷ്മീദേവിയുടെയും അംശാവതാരമാണ്. ബാലന് പൃഥു എന്നും ബാലികയ്ക്ക് അർച്ചിസ് എന്നും ബ്രഹ്മാവ് അവർക്ക് പേരിട്ടു. യഥാകാലം പൃഥു അർച്ചിസിനെ കല്യാണം കഴിക്കുകയും നന്നായി രാജ്യം ഭരിക്കുകയും ചെയ്തു. തന്നാശാദ്ഖലജനഭീരുഗൈർമുനീന്ദ്രൈ തന്മാത്രാചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഖേ പരിമഥിതാദധോരുദണ്ഡാദ് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി. ശ്ലോകം 5. വിഖ്യാത പൃഥുരിതി താപസോപനിഷ്ടൈ
സൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വീര്യാം വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാം സമാമകാർഷി. പദം പിരിക്കാം. വിഖ്യാതഃ പൃഥുഃ ഇതി താപസ ഉപദിഷ്ടൈഃ സൂതാദ്യൈഃ പരിണുത ഭാവി ഭൂരി വീരഃ വേന അർത്യ കബളിത സമ്പദം ദരിദ്രീം ആക്രാന്താം നിജധനുഷാ സമാം അഘാർഷീഃ. പൃഥു ഇതി വിഖ്യാതഃ ത്വം. പൃഥു എന്ന ഖ്യാതനായ നിൻ തിരുവടി താപസോപദിഷ്ടൈഃ സൂതാദ്യൈഃ പരിണുത ഭാവി ഭൂരി വീരഃ. താപസന്മാർ ഉപദേശിച്ചതനുസരിച്ച് സൂതാദികളാൽ ഭാവിയിൽ മഹാപരാക്രമശാലിയാകുമെന്ന് പാടിപ്പുകഴ്ത്തപ്പെട്ടവനായിട്ട് വേനാർത്യ കബളിത സമ്പദം ദരിദ്രീം. വേനൻ്റെ പീഡകളാൽ സമ്പത്തെല്ലാം ഉള്ളിലേക്ക് വലിച്ചു കളഞ്ഞ ഭൂമിയെ ആക്രാന്താം നിജധനുഷ സമാം അഘാർഷീഹി. പരാക്രമം കൊണ്ട് നിലയ്ക്കു നിർത്തി വില്ലിൻ്റെ അറ്റം കൊണ്ട് നിരപ്പാക്കി ചെയ്തു. പൃഥു എന്ന പ്രസിദ്ധനായി തീർന്ന നിൻ തിരുവടി താപസന്മാരിൽ നിന്നും നിൻ തിരുവടിയുടെ ഭാവി പരാക്രമങ്ങളെല്ലാം അറിഞ്ഞ് സ്തുതിപാഠകന്മാരാൽ വർണ്ണിച്ച് സ്തുതിക്കപ്പെട്ടു. വേനൻ്റെ ഉപദ്രവത്താൽ സമ്പത്തുക്കളെ ഉള്ളിൽ അടക്കി വച്ചിരുന്ന ഭൂമിയെ തൻ്റെ വില്ലിൻ്റെ അഗ്രം കൊണ്ട് ആക്രമിച്ച് നിരപ്പ് വരുത്തി ഭൂമിയെ സമനിലയിലാക്കി. വിഖ്യാത പൃഥുരിതി താപസോപനിഷ്ടൈ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വീര്യാം വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാം സമാമകാർഷി. ശ്ലോകം 6. ഭൂമിയുടെ സർവസമ്പത്തിനെ വിശദീകരിക്കുന്നു. ഭൂയസ്താം നിജകുല മുഖ്യവത്സയുക്തൈർ ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭിതനോ മധൂദുഹസ്ത്വം. പദം പിരിക്കാം. ഭൂയക താം നിജകുല മുഖ്യ വത്സയുക്തൈഃ ദേവാദ്യൈഃ സമുചിത ചാരു ഭാജനേഷു അന്നാദീനി അഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭി തനൂം അധൂദുഹഃ ത്വം. ഭൂയഃ ത്വം നിജകുല മുഖ്യ വത്സയുക്തൈഃ ദേവാദ്യൈഃ. പിന്നീട് തിരുവടി അതത് വംശപ്രധാനന്മാരെ പൈക്കിടാങ്ങളാക്കിയ ദേവന്മാർ തുടങ്ങിയ സകലർക്കും സമുചിത ചാരുഭാജനേഷു യോജിച്ച വിശിഷ്ടപാത്രങ്ങളിൽ അഭിലഷിതാനി താനി താനി അന്നാദീനി ഇഷ്ടമുള്ള അതത് ആഹാരവസ്തുക്കൾ തുടങ്ങിയവയെ സുരഭിതനും താം സ്വച്ഛന്ദം അധൂദുഹഃ പശുരൂപിണിയായ ആ ഭൂമിദേവിയിൽ നിന്നും യഥേഷ്ടം കറന്നെടുക്കുവാൻ സൗകര്യമുണ്ടാക്കി. പിന്നീട് നിന്തിരുവടി ഗോരൂപത്തെ, അതായത് പശുവിൻ്റെ രൂപം ധരിച്ച ഭൂമിയിൽ നിന്ന് ദേവന്മാർ മുതലായവരെ കൊണ്ട് തങ്ങളുടെ കുലപ്രധാനന്മാരെ വത്സന്മാരാക്കി, അതായത് പശുക്കുട്ടികളാക്കിക്കൊണ്ട് ഉചിതങ്ങളായ പാത്രങ്ങളിൽ അന്നം മുതലായ ഇഷ്ടമുള്ള സാധനങ്ങളെ യഥേഷ്ടം കറപ്പിച്ചു. പൃഥുവിൻ്റെ കാലത്ത് ഭൂമി ഫലിക്കാതെയിരുന്നതിനാൽ ഭൂമിയെ സൃഷ്ടിക്കുന്നതിനായി അദ്ദേഹം
വില്ലും ധരിച്ച് പുറപ്പെട്ടു. ഭൂമിയാകട്ടെ ഭയപ്പെട്ട് പശുവിൻ്റെ രൂപത്തിൽ ഓടി. പിടി കിട്ടുമെന്നായപ്പോൾ ഭൂമി പൃഥുവിനെ തന്നെ അഭയം പ്രാപിച്ചു. ലോകത്തിലുള്ള സകല വർഗക്കാരോടും തങ്ങളുടെ കുലശ്രേഷ്ഠന്മാരെ കന്നുകുട്ടിയാക്കി ആവശ്യമുള്ള വസ്തുക്കൾ കറന്നെടുത്തുകൊള്ളുന്നതിന് അദ്ദേഹം കൽപ്പിച്ചു. താൻ തന്നെ തൻ്റെ കുലമുഖ്യനായ മനുവിനെ കന്നാക്കി കയ്യാകുന്ന പാത്രത്തിൽ സസ്യങ്ങളെ കറന്നെടുത്തു. ഋഷികൾ ബൃഹസ്പതിയെ വത്സനാക്കി ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിൽ വേദങ്ങളെ കറന്നെടുത്തു. ദേവന്മാർക്ക് ഇന്ദ്രൻ വത്സനും പാത്രം സ്വർണവും അവർ കറന്നെടുത്തത് സോമരസവുമായിരുന്നു. അസുരന്മാരുടെ കന്നുകുട്ടി പ്രഹ്ലാദനും പാത്രം ഇരുമ്പ് കൊണ്ടുള്ളതും അവർ കറന്നെടുത്തത് മദ്യവുമായിരുന്നു. ഇതുപോലെ ഗന്ധർവന്മാർ മധുവും പിതൃക്കൾ കവ്യവും മറ്റും കറന്നെടുത്തതായി അറിയപ്പെടുന്നുണ്ട്. ഭൂയസ്താം നിജകുല മുഖ്യവത്സയുക്തൈർ ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭിതനോ മധൂദുഹസ്ത്വം. ശ്ലോകം 7. ഉചിതനായ ഒരു ഭരണാധിപനുണ്ടായാൽ ഭൂമി സർവാഭീഷ്ടയാകുമെന്നത് പൃഥുചരിത്രം തെളിയിക്കുന്നു. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലുശതമഖയേത്യനീജവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോ ഭൂത്. പദം പിരിക്കാം. ആത്മാനം യജതി മഖൈഹി ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമ വാജിമേധ യാഗേ സ്പർദ്ധാലുഃ ശതമഖ ഏത്യ നീച വേഷഃ ഹൃത്വാ അശ്വം തവ തനയാത് പരാജിതഃ അഭൂത്. ഹേ ത്രിധാമൻ, ത്വയി മഖൈഹി ആത്മാനം യജതി സതി. 3 ലോകത്തിലും നിറഞ്ഞു വിളങ്ങുന്ന ഭഗവാനെ നിന്തിരുവടി യാഗങ്ങളെ കൊണ്ട് തന്നെ തന്നെ യജിക്കുന്ന കാലത്ത് ശതതമവാജിമേധ യാഗേ ആരബ്ധേ 100ാമത്തെ അശ്വമേധം ആരംഭിച്ചപ്പോൾ സ്പർദ്ധാലുഃ ശതമഖഃ നീചവേഷഃ ഏത്യ അസൂയാലുവായ ശതമകൻ, അതായത് 100 അശ്വമേധം നടത്തിയ ഇന്ദ്രൻ നീചവേഷം, അതായത് ഭാഖണ്ഡവേഷത്തെ ധരിച്ചു കൊണ്ടുവന്ന് അശ്വം ഹൃത്വ തവതനയാത് പരാജിതഃ അഭൂത്, കുതിരയെ, അതായത് യാഗപശുവിനെ കവർന്നിട്ട് അവിടുത്തെ പുത്രനാൽ തോൽപ്പിക്കപ്പെട്ടവനായി. അല്ലയോ ഭഗവാനെ, അങ്ങ് പല അശ്വമേധയാഗങ്ങളെ കൊണ്ട് തന്നെ തന്നെ യജിച്ചു കൊണ്ടിരിക്കുമ്പോൾ 100ാമത്തെ അശ്വമേധം തുടങ്ങിയ സമയം ഇന്ദ്രൻ തന്നെപ്പോലെ വേറെ ആരും 100 യാഗം ചെയ്തുകൂടാ എന്നുള്ള വിചാരത്താൽ പാഷാണ്ഡവേഷത്തിൽ വന്ന് കുതിരയെ അപഹരിച്ചുവെങ്കിലും നിന്തിരുവടിയുടെ പുത്രനായ വിജിതേശ്വരനോട് തോറ്റുപോയി. പുത്രന് ഈ പേര് കിട്ടിയത് തന്നെ കുതിരയെ വീണ്ടെടുത്തത് കൊണ്ടാണ്. ശതമഖഃ, അതായത് 100 അശ്വമേധം നടത്തിയവൻ, അവനാണ് ഇന്ദ്രൻ. അസൂയയ്ക്കുള്ള കാരണം ഈ വിശേഷണം കൊണ്ട് തന്നെ കാണിച്ചിരിക്കുന്നു. ലോക സംഗ്രഹമാണ് പൃഥുഭഗവാൻ യജിക്കുന്നതിൻ്റെ ഫലം. പക്ഷേ ഇന്ദ്രൻ അത് തൻ്റെ സ്ഥാനം അപഹരിക്കാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഈ സംഭവം മഹത്തുക്കളുടെയും അല്പജ്ഞന്മാരുടെയും അന്തരം ഭംഗിയായി പ്രകാശിപ്പിക്കുന്നു. അവനവൻ്റെ അളവുകോല് കൊണ്ട് അന്യനെ അളക്കുന്ന സമ്പ്രദായത്തിൻ്റെ ദൂഷ്യം ഇവിടെ എടുത്തു കാണിക്കുന്നു. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമൻ
ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലുശതമഖയേത്യനീജവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. ശ്ലോകം 8. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രദോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷധാ സ്വയം സ്വം. പദം പിരിക്കാം. ദേവേന്ദ്രം മുഹുഹു ഇതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവര മണ്ഡലേ ജുഹൂഷൗ രുന്ധാനെ കമലഭവേ ക്രദോഃ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപും ഐക്ഷതാഃ സ്വയം സ്വം. ഇതി മുഹുഹു വാജിനം ഹരന്തം തം ദേവേന്ദ്ര മുനിവരമണ്ഡലേ വഹ്നൗ ജുഹൂഷൗ. ഇതി മുഹുഹു. ഇങ്ങനെ കൂടെ കൂടെ വാജിനം ഹരന്തം കുതിരയെ കക്കുന്ന തം ദേവേന്ദ്രം ആ ദേവേന്ദ്രനെ മുനിവരമണ്ഡലേ വഹ്നൗ ജുഹൂഷൗ. മഹർഷിമാർ യാഗാഗ്നിയിൽ ഹോമിക്കുവാൻ തീരുമാനിക്കുകയും കമലഭവയെ രുന്ധാനെ ക്രദോഃ സമാപ്തൗ. കമലഭവിൽ രുന്ധാനെ ബ്രഹ്മാവ് വന്ന് തടയുകയും ക്രദോഃ സമാപ്തൗ യാഗം അവസാനിക്കുകയും ചെയ്തപ്പോൾ ത്വം സ്വയം സ്വം മധുരിപും സാക്ഷാത് ഐഷതാഃ നിന്തിരുവടി നേരിൽ താൻ തന്നെയായ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷമായി നിരീക്ഷിച്ചു. ഇപ്രകാരം വീണ്ടും വീണ്ടും കുതിരയെ അപഹരിക്കുന്ന ദേവേന്ദ്രനെ മുനിമാർ ആഭിചാരവിധം കൊണ്ട് അഗ്നിയിൽ ഹോമിക്കുവാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് ഒന്ന് തടുക്കുകയും യാഗം അവസാനിച്ചപ്പോൾ താൻ തന്നെയായ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ പ്രത്യക്ഷമായി കാണുകയും ചെയ്തു. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രദോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷധാ സ്വയം സ്വം. ശ്ലോകം 9. ഈ വർണ്ണനയിൽ പൃഥുചക്രവർത്തി മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ദൃഢപ്പെടുത്തിയിരിക്കുന്നു. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദഃ കദാപി ദേവാം സത്രസ്ഥം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താത്. പദം പിരിക്കാം. തത് ദത്തം വരം ഉപലഭ്യ ഭക്തിം ഏകാം ഗംഗാ അന്തേ വിഹിത പദഃ കഥാപി ദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ടാഃ സനഖമുഖാൻ മുനീൻ പുരസ്താത്. ഹേ ദേവ, തദ്ധത്തം ഏകാം ഭക്തിം വരം ഉപലഭ്യ. അല്ലയോ ദേവ, വിഷ്ണു ഭഗവാൻ കൊടുത്ത ദൃഢഭക്തിയാകുന്ന വരം കിട്ടിയിട്ട് കഥാപി ഗംഗാന്തേ വിഹിതപദഃ ത്വം ഒരിക്കൽ ഗംഗാതീരത്തിൽ ഇരിപ്പുറപ്പിച്ചവിടുന്ന്, അതായത് അവിടെ വസിക്കുന്ന സമയത്തിൽ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ സത്രത്തിൽ വന്നിരിക്കുന്ന മുനിമാർക്ക്
ധർമ്മോപദേശം ചെയ്യുന്ന സമയം പുരസ്താദ് സനകമുഖാൻ മുനീൻ ഐക്ഷിഷ്ടാഹ, തൻ്റെ മുമ്പിൽ സനകാദികളായ ദിവ്യമുനികളെ കാണുവാനിടയായി. മഹാവിഷ്ണു നൽകിയ നിശ്ചല ഭക്തിയാകുന്ന വരത്തെ ലഭിച്ചിട്ട് ഗംഗായമുനകളുടെ മധ്യത്തിൽ സ്ഥാനമുറപ്പിച്ച് അവിടെ യാഗത്തിനായി വന്ന മുനിസംഘത്തിന് പ്രവൃത്തിധർമ്മങ്ങളെയും നിവൃത്തിധർമ്മങ്ങളെയും ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് സനകാദിമുനികളെ മുമ്പിൽ കണ്ടു. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദഃ കദാപി ദേവാം സത്രസ്ഥം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ടാ സനകമുഖാൻ മുനീൻ പുരസ്താദ്. ശ്ലോകം 10. അവതാരമൂർത്തിയായ ഭഗവാൻ സ്വയം കർമാനുഷ്ഠാനം ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃക കാട്ടിക്കൊടുക്കുന്നു. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവീ തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഘം പ്രശമയ വാതഗേഹവാസിൻ. പദം പിരിക്കാം. വിജ്ഞാനം സനക മുഖ ഉദിതം ദധാനഃ സ്വ ആത്മാനം സ്വയം അഗമഃ വനാന്തസേവി തദ് താദൃത് പൃഥുവപുഃ ഈശ സത്വരം മേ രോഗ ഓകം പ്രശമയ വാതഗേഹവാസിൻ. വാതഗേഹവാസിൻ. സനകമുഖോദിതം വിജ്ഞാനം ദധാനഃ, സനകാദികൾ ഉപദേശിച്ച ജ്ഞാനം ഗ്രഹിച്ചുകൊണ്ട് വനാന്തസേവി ത്വം സ്വയം സ്വാത്മാനം അഗമഃ, തപോവനവാസിയായി നിന്തിരുവടി തന്നെ തൻ്റെ സ്വരൂപത്തെ പ്രാപിച്ചു, അതായത് മുക്തനായി തീർന്നു. ഹേ വാതഗേഹവാസിൻ ഈശ, അല്ലയോ ഗുരുവായൂരപ്പനായ സർവേശ്വര, തത്താദൃക് പൃഥുവപുഃ ത്വം, അപ്രകാരമുള്ള പൃഥുവായി അവതരിച്ച ധർമാനുഷ്ഠാനത്തിന് മാതൃക കാട്ടിയ അവിടുന്ന് മേ രോഗൗഖം സത്വരം പ്രശമയ, എൻ്റെ എല്ലാ രോഗങ്ങളെയും വേഗത്തിൽ മാറ്റിത്തരയണമേ. സനകാദികൾ ഉപദേശിച്ച ബ്രഹ്മജ്ഞാനത്തെ കേട്ടുകൊണ്ട് നിന്തിരുവടി വനത്തിൽ പോയി തപസ് ചെയ്ത് തൻ്റെ ആത്മാവിനെ തന്നെ പ്രാപിച്ചു, അതായത് തൻ്റെ സ്വന്തം സ്വരൂപത്തെ പ്രാപിച്ചു. മോക്ഷം സിദ്ധിച്ചു എന്നർത്ഥം. അങ്ങനെയെല്ലാമുള്ള പൃഥുമൂർത്തിയായ നിന്തിരുവടി, അല്ലയോ ഗുരുവായൂരപ്പരേശ, എൻ്റെ രോഗങ്ങളെയെല്ലാം ശമിപ്പിക്കണമേ. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവീ തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഘം പ്രശമയ വാതഗേഹവാസിൻ. ഭാഗവതം ചതുർത്ഥസ്കന്ധം 13 മുതൽ 23 കൂടി അധ്യായങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ള വേനൻ്റെയും പൃഥുവിൻ്റെയും ചരിതം ഈ ദശകത്തിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നാരായണീയ പാരായണം. ദശകം 18. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേർ അംഗസ്യ വ്യജനിസുതഃ സവേന നാമാം യദ്ദോഷവ്യഥിതമതിഃ സ രാജവർയ ത്വത്പാദേ നിഹിതമനാവനം ഗതോഭൂത് പാപോഭിക്ഷിതിതലപാലനായ വേന പൗരാദ്യേർ ഉപനിഹിത കഠോരവീര്യ
സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗത്സീത് സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വദ്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായിവേന തന്നാശാദ്ഖലജനഭീരുഗൈർമുനീന്ദ്രൈ തന്മാത്രാചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഖേ പരിമഥിതാദധോരുദണ്ഡാദ് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി വിഖ്യാതപ്രധുരിതി താപസോപനിഷ്ടൈ സൂതാദ്യൈ പരിണുതഭാവി ഭൂരി വീര്യാം വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാം സമാമകാർഷി ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈർ ദേവാദ്യൈ സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭിതനോ മധൂദുഹസ്ത്വം ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലുശതമഖയേത്യനീജവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത് ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രദോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷധാ സ്വയം സ്വം തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദഃ കദാപി ദേവാം സത്രസ്ഥം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ഠാസനകമുഖാൻ മുനീൻ പുരസ്താത് വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തദ്ദാദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഘം പ്രശമയ വാദഗേഹവാസിൻ